നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് അപ്പവും മുട്ട റോസ്റ്റുമാണ്. നമ്മളിവിടെ ഒരു 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അതിനൊരു 2 വലിയ സവോള, അതല്ലെങ്കിൽ 3 ചെറിയ സവോള, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 1-2 അല്ലി വെളുത്തുള്ളി. നമ്മൾ പാനിൽ എണ്ണ ചൂടാകുമ്പോൾ കടുകിടുക, പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് സവാളയും കൂടെ ഇതിനകത്ത് ചേർത്ത് കൊടുക്കാമേ. സവാള ഇടുന്ന ഉടനെ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി നമുക്കൊന്ന് അടച്ച് വെക്കാം. ഒരു 2 മിനിറ്റൊക്കെ മൂടി വെച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് സവോള ഒന്ന് വാടി കിട്ടും. അതിനുശേഷം നമുക്ക് ഇതിനകത്തേക്കൊരു 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാമേ. നമ്മളിതിനകത്ത് മുളക് പൊടിയും ഉപ്പും മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ, ഇൻഗ്രീഡിയൻ്റായിട്ട്. പക്ഷേ നമുക്ക് നല്ല ടേസ്റ്റുള്ള ഒരു മുട്ട റോസ്റ്റാണ് കിട്ടുന്നത്. വളരെ എളുപ്പത്തിലുണ്ടാക്കിയെടുക്കാം. 2 ടീസ്പൂണാണ് കേട്ടോ മുളക് പൊടി ചേർക്കുന്നത്. രണ്ട് മിനിറ്റ് വെന്തതിന് ശേഷം നമുക്ക് അതിനകത്തേക്കൊരു 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്ത് വീണ്ടും ഒരു 5 മിനിറ്റ് നേരവും കൂടി വേവിക്കാം. അത് ആ ഉള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തിരി നേരം ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കുന്നത്. അതൊന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് വെന്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് മുട്ട അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതായത് ഈ ഒരു പരുവത്തിലെത്തും അത്. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന മുട്ട ഇട്ട് കൊടുക്കാം. എന്നിട്ട് മുട്ടയുടെ മഞ്ഞയും വെള്ളയും സെപ്പറേറ്റ് ആവാതെ പതുക്കെ ഈ മസാലയിലൊന്ന് പൊതിഞ്ഞ് അതെടുക്കാം. ഇത്രയും എളുപ്പമാണ് കേട്ടോ, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടാവും. മറ്റു കറികളൊക്കെ കൂട്ടുന്ന അത്രയും അളവൊന്നും ഇത് വേണ്ട. അത് വളരെ കുറവ് മതി. അപ്പത്തിൻ്റെ കൂടെ കൂട്ടാൻ നല്ല ഒരു സാധനമാണ്. ട്രൈ ചെയ്ത് നോക്കണേ.